യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ചരിത്രപ്രേമികളെ, ഉദയംപേരൂർ സൂനകദോസിന്റെ 425 വാർഷികത്തോടനുബന്ധിച്ച് നാം നടത്തുന്ന സവിശേഷ ഉപാഖ്യാനത്തിന്റെ, അതായത് സ്പെഷ്യൽ എപ്പിസോഡുകളുടെ 2ാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കഴിഞ്ഞ ഉപാഖ്യാനത്തിൽ മലബാറിൽ, അതായത് കേരളത്തിൽ നവോത്ഥാനം കടന്നുവന്ന 2 സംഭവങ്ങൾ ഞാൻ പങ്കുവച്ചിരുന്നത് ഓർക്കുമല്ലോ. ആ സംഭവങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. 1503 സെപ്റ്റംബർ 2 പോർച്ചുഗീസ് ഭരണാധികാരികളിൽ ശ്രദ്ധേയനായ അൽഫോൻസോ ഡി അൽബുക്കർക്ക് കൊച്ചിയിൽ സതി നിരോധിച്ചു അഥവാ നിർത്തലാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ട്രാവൻകൂർ പബ്ലിക്കേഷൻസ് 1993 മെയ് മാസത്തിൽ പുറത്തിറക്കിയ BC 30,000 മുതൽ AD 1992 വരെ എന്ന ഗ്രന്ഥത്തിന്റെ 534 പുറത്താണ് എന്നതും ഇതേ അൽഫോൻസോ ഡി അൽബുക്കർക്ക് തന്നെ ആയിരുന്നു 1510 ഗോവയിൽ സതി നിരോധിച്ചത് എന്നതും ഓർക്കേണ്ടതുണ്ട്. കാത്തലിക് എൻസൈക്ലോപീഡിയ ഉൾപ്പെടെയുള്ള പല ഗ്രന്ഥങ്ങളിലും ഇത് സംബന്ധിച്ച രേഖകൾ കാണാവുന്നതാണ്. ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർ ജീവിച്ചിരിക്കെ ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർ മരിക്കുന്ന ദുരാചാരത്തെയാണ് സതി എന്ന് പറയുക. ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർ സ്വയം അനുഷ്ഠിക്കേണ്ട സതി പിന്നീട് എപ്പോഴോ ഒരു നിർബന്ധിത ചടങ്ങായി മാറിയതായി ചരിത്രം സാക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും സതി എന്ന ഉടന്തടിച്ചാട്ടം കേരളത്തിലും ഗോവയിലും നിയമം മൂലം നിരോധിച്ചത് പോർച്ചുഗീസ് ഗവർണറായിരുന്ന അൽഫോൻസോ ഡി അൽബുക്കർക്കായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന നായകനായിരുന്ന രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനപരമായി 1829 ഡിസംബർ 4 വില്യം ബെന്റിംഗ് പ്രഭു ബംഗാളിൽ സതി ഔദ്യോഗികമായി നിരോധിച്ചു എന്നതിനാണ് കൂടുതൽ പ്രചാരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ചരിത്രം വളച്ചൊടിക്കുന്ന പ്രവണത ഇതിലും നമുക്ക് കാണാവുന്നതാണ്. സതി എന്ന അതിനീച അനുഷ്ഠാനം കേരളത്തിലോ പഴയ തമിഴകത്തോ ഇല്ലായിരുന്നു എന്ന് വാദിക്കുന്ന ചിലരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഇന്ത്യയിലെ പ്രഥമ കത്തോലിക്ക മെത്രാനും കൊല്ലം രൂപത അധ്യക്ഷനുമായിരുന്ന ജോർദാനൂസ് കത്തലാനി പിതാവ് 1340കളിൽ എഴുതിയ യാത്രാ വിവരണത്തിലേക്ക് നാം പോകേണ്ടതുണ്ട്. മിറാബിലിയ ഡിസ്ക്രിപ്ത എന്ന ആ യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ 4ാം അധ്യായത്തിൽ ലെസ് ഇന്ത്യയെ കുറിച്ച് പേജ് 22 പറഞ്ഞിരിക്കുന്നത് ഏവരുടെയും ശ്രദ്ധയെ ആകർഷിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, ഈ ഇന്ത്യയിൽ ഒരു കുടിയന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ശവശരീരം ചിതയിൽ വെച്ച് ദഹിപ്പിക്കുന്നു. ആ മൃതന്റെ ഭാര്യമാർ ജീവനോടെ മരിച്ചയാളിന്റെ ചിതയിൽ ചാടുന്നു. അതാകട്ടെ അവരുടെ ഭർത്താവിന്റെ നിത്യജീവിതത്തിനു വേണ്ടിയുമാണ് എന്ന് വിശ്വസിക്കുന്നു. നവവധുവിനെ പോലെ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ ചിതയിൽ ചാടുക. ഇത് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ പുണ്യത്തിനും പൂർണ്ണതയ്ക്കും ഉയർന്ന പ്രശസ്തിയാണ് ഉള്ളത്. 5 ഭാര്യമാരുള്ള ഒരു മനുഷ്യന്റെ മരണം ഞാൻ നേരിൽ കണ്ടു. ആ മനുഷ്യന്റെ കത്തിക്കരിയുന്ന ചിതയിൽ ഈ സ്ത്രീകൾ നവവധുക്കളെപ്പോലെ അണിഞ്ഞൊരുങ്ങി എല്ലാവരും ജീവത്യാഗം ചെയ്യുന്നതും ഞാൻ കണ്ടു.
ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ റോമൻ കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷനും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഹെറിറ്റേജ് കമ്മീഷന്റെ ചെയർമാനും ചരിത്ര പണ്ഡിതനും പ്രസിദ്ധ പ്രഭാഷകനുമായ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തൽ പിതാവിനെ ഉദയം പേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിന്റെ 4.25 നൂറ്റാണ്ട് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുവാനും ഇത് ശ്രദ്ധിക്കുവാനും വിലയിരുത്തുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുന്നതിനുമായി പ്രിയ പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. അനുഗ്രഹീതനായ ചരിത്രകാരനാണ് ശ്രീ ആന്റണി പുത്തൂർ. എറണാകുളം ചാത്യാത്ത് മൗണ്ട് കാർമൽ ഇടവകാംഗം. അതിശയം തോന്നും ചരിത്രത്തിൽ പലപ്പോഴും വിസ്മരിച്ചു പോയ പല കാര്യങ്ങളും അദ്ദേഹം ഏറെ അധ്വാനത്തോടുകൂടെ ത്യാഗത്തോടുകൂടെ പഠിക്കുകയും അപഗ്രഥിക്കുകയും ഈ ആധുനിക സമൂഹത്തിൽ ആ ചരിത്രത്തിൻ്റെ നല്ല പാഠങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. എത്രമാത്രം അദ്ദേഹത്തെ അഭിനന്ദിച്ചാലും മതിവരില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദയം പേരൂർ സൂനകദോസ് അതിന് 425 വാർഷികം കടന്നു വരുമ്പോൾ ഈ ഉദയം പേരൂർ സൂനകദോസിനെ പറ്റി പലരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പര അദ്ദേഹം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറെ ശ്ലാഘനീയമാണ്. നമുക്ക് ഈ ഉദയം പേരൂർ സൂനകദോസത്തിനെ പറ്റി, പ്രത്യേകിച്ച് അത് കൊണ്ടുവന്ന ആ നവോത്ഥാന സംരംഭങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാം. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ പാഠങ്ങൾ പഠിച്ച് പുതിയ ചരിത്രം തീർക്കാം. ചരിത്രം അവഗണിക്കുമ്പോൾ അവഗണനയുടെ ചരിത്രം നമുക്ക് സ്വന്തമാക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ അനുസ്മരിച്ചുകൊണ്ട് ചരിത്രം പഠിച്ച് പുതിയ ചരിത്രം തീർക്കാൻ നമുക്കും സാധിക്കട്ടെ. ഉദയം പേരൂർ സൂനകദോസ് നവോത്ഥാനത്തിൻ്റെ 4.25 നൂറ്റാണ്ട്. 425 വർഷങ്ങൾക്ക് മുൻപ് 7 ദിവസത്തിലേക്ക് കൂടിയ ഒരു സമ്മേളനം കേരള ക്രൈസ്തവ സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും തുടർ ചരിത്രം അതിസമ്പന്നമാക്കി. 1599 ജൂൺ മാസം 20 മുതൽ 26 വരെ കൊച്ചിക്കടുത്ത് ഉദയം പേരൂരാണ് ഈ സൂനകദോസ് സമ്മേളനം നടന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ തളിർനാമ്പുകൾ മുളനീട്ടിയ മഹത്തായ ഒരു ചരിത്ര സംഭവമായിരുന്നു ഈ ഉദയം പേരൂരിൽ വെച്ച് നടത്തിയ സൂനകദോസ്. ചാതുർവർണ്ണ്യത്തിൻ്റെ പിടിയിലമർന്ന കേരള സമൂഹത്തിലെ ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കും പകരം സാമൂഹിക നീതിയിലും ക്രിസ്ത്യൻ സമത്വ ദർശനത്തിലും അടിത്തറയിട്ട പുതിയൊരു സാമൂഹിക സംവിധാനത്തിൻ്റെ കാഹളനാദമായിരുന്നു ഉദയം പേരൂർ സൂനകദോസ്. അതോടൊപ്പം തന്നെ വിശ്വാസ ദർശനങ്ങളിലും ആരാധന അനുഷ്ഠാനങ്ങളിലും സഭാഭരണ സംവിധാനങ്ങളിലും കാലഗതിയിൽ വന്ന പോരായ്മകൾ വിലയിരുത്തി ട്രെൻഡ് സൂനകദോസിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള തീവ്രമായ പരിശ്രമം കൂടിയായിരുന്നു ഈ സൂനകദോസ് സമ്മേളനം. വിശ്രുത ചരിത്രകാരനായ എ ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ 22-ാം പേജിൽ പറയുന്നത്, പോർച്ചുഗീസ് കാലത്ത് കേരള സഭയുടെ ചരിത്രത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 1599 ജൂൺ മാസത്തിൽ സമ്മേളിച്ചിരുന്ന ഈ ഉദയം പേരൂർ സൂനകദോസ് എന്നാണ്. ഫാദർ ജോർജ് അറക്കൽ
2012 ഇറക്കിയ കേരള സഭയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ നന്മയുടെ ഇതിഹാസം എന്നാണ് ഉദയംപേരൂർ സൂനകദോസിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി വിളിക്കുന്നത്. ദിഷണാശാലിയായ ചരിത്ര പണ്ഡിതൻ ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് എഴുതിയത് ഇപ്രകാരമാണ്: ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ 19-ാം നൂറ്റാണ്ടിൽ ഐത്താചാരത്തിൻ്റെ കുൽസിത വ്യവസ്ഥയ്ക്കെതിരായി നടത്തിയ സംഘടിത പോരാട്ടത്തിൻ്റെ വീരഗാഥ നമുക്കേവർക്കും ഹൃദിസ്ഥമാണ്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഭാഗത്ത് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസ് നസ്രാണികളുടെ ഐത്താചാരങ്ങൾക്കെതിരെ നടത്തിയ ആ നിയമ നിർമ്മാണം നാം എന്തുകൊണ്ടോ വിസ്മരിച്ചു കളഞ്ഞു. മനുഷ്യരെ പല തട്ടുകളിൽ നിർത്തുന്ന ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്രകാരം വേർതിരിക്കുന്ന ഈ അമാന വികാരത്തെ ഉദയംപേരൂർ സൂനകദോസിൻ്റെ 9-ാം യോഗത്തിൽ അതിൻ്റെ 2-ാമത്തെ ഡിക്രി അപലപിക്കുകയും മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ ഐത്താചാരങ്ങൾ പുലർത്തരുതെന്നും മഹ്റോൻ ശിക്ഷയ്ക്ക് കീഴിൽ അനുശാസിക്കുകയും ചെയ്തു. അങ്ങനെ നവമാനവികതയുടെ പുതിയൊരുറവ പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകളിൽ കാണാൻ സാധിക്കും എന്ന് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് ഉദയംപേരൂർ സൂനകദോസും മധ്യ കേരള സമൂഹവും എന്ന ലേഖനത്തിൽ മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതലയുടെ ശതാഭിഷേക ഉപഹാര ഗ്രന്ഥത്തിൽ സഹസ്ര പൗർണമിയിൽ അതിൻ്റെ 72-ാം പേജിൽ കുറിച്ചിട്ടുണ്ട്. ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകളുടെ വ്യാകരണ വിശകലനവും അതിലെ വാക്കുകൾ അപഗ്രഥിച്ച് ശബ്ദകോശവും മലയാളത്തിന് സമ്മാനിച്ച ഡോക്ടർ സ്കറിയ സക്കറിയ എഴുതി, ഇന്നും നിലക്കാത്ത പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഉദയംപേരൂർ സൂനകദോസ് എന്ന്. ഉദയംപേരൂർ സൂനകദോസിനെ പറ്റി പഠനങ്ങൾ ഒത്തിരിയേറെ ചരിത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ ലത്തീൻ, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ വിവിധ ഭാഷകളിൽ ഉദയംപേരൂർ സൂനകദോസിനെ പറ്റിയുള്ള പഠനങ്ങൾ നമുക്കിന്ന് കാണാനാകും. 1952 ഗോവയിൽ നിന്നുള്ള ഫാദർ ജി അന്താവോ ഉദയംപേരൂർ സൂനകദോസിൻ്റെ നിയമസാധുതയെ ന്യായീകരിച്ച് ഒരു ഗവേഷണ പ്രബന്ധം സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടി. 6 വർഷങ്ങൾക്കു ശേഷം ബിഷപ്പ് ജോൺ എസ് തളിയത്ത് 1958 അതേ യൂണിവേഴ്സിറ്റിയിൽ ഇത് അസാധുവാണെന്ന് തെളിയിച്ചുകൊണ്ടും ഡോക്ടറൽ ഗവേഷണം നടത്തിയിരുന്നു. 1906 മുതൽ 2019 വരെ ഉള്ള പല പഠനങ്ങളുടെയും ഒരു നീണ്ട ലിസ്റ്റ് ചരിത്രകാരനായ ഡോക്ടർ ആന്റണി പാട്ടപ്പറമ്പിൽ 2002 ഇറക്കിയ ഉദയംപേരൂർ സൂനകദോസ് അറിയേണ്ടതെല്ലാം എന്ന പുസ്തകത്തിൽ അതിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 425 വർഷങ്ങൾ പൂർത്തിയായെങ്കിലും സഭയിലും സമൂഹത്തിലും ഇന്നും അനുരണനങ്ങൾ ഉണർത്തുന്ന ചരിത്ര സംഭവമാണ് ഉദയംപേരൂർ സൂനകദോസ്. പ്രത്യേകിച്ച് കാലിക പ്രസക്തിയുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ സൂനകദോസ് കാനോനകൾ വെളിച്ചം വീശുന്നു. ഒന്നാമതായി ഉദയംപേരൂർ സൂനകദോസിൻ്റെ മാനവികതയെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണല്ലോ. ജീവന്റെ പ്രഥമ സ്പന്ദനം മുതൽ
അതിൻ്റെ സ്വാഭാവിക അന്ത്യം വരെ ജീവൻ സംരക്ഷിക്കപ്പെടണം. കുഞ്ഞുനാൾ മുതൽ ശിശുക്കൾക്ക് ആ സുരക്ഷിതത്വം അനുഭവിക്കാനാകണം. ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും സമത്വം, സ്വാതന്ത്ര്യം എന്നിവ നുകർന്നു കഴിയാനാകണം. എങ്കിലേ ഈ മണ്ണിലെ മനുഷ്യ ജീവിതം മഹത്വത്തിൽ ആയിരിക്കുകയുള്ളൂ. അങ്ങനെ സ്വർഗസാഫല്യത്തിലേക്ക് ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് പ്രവേശിക്കുന്ന ആ അനുഗ്രഹീത ജീവിതമാകണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം. എന്നാൽ പലപ്പോഴും ഗർഭപാത്രത്തിൽ തുടങ്ങുന്നു കുഞ്ഞുങ്ങളുടെ ദുരിതപർവം. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ നിരന്തര നീതിനിഷേധത്തിൻ്റെയും അവകാശധ്വംസനങ്ങളുടെയും പരുപരുത്ത പാതയിലൂടെ ഹൃദയത്തിൽ നീറുന്ന നെരിപ്പോടുമേന്തിയാണ് പല മനുഷ്യരും ജീവിക്കുന്നത്. ഉച്ചനീചത്വങ്ങളും സാമൂഹിക വിലക്കുകളും വിലങ്ങുകളും അവരെ പിന്തുടരുന്നു. ഈ അവസ്ഥ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിലനിന്നിരുന്ന കാലത്താണ് ഉദയംപേരൂർ സൂനകദോസ് സമ്മേളനം നടന്നത്. മാനവികത സംരക്ഷിക്കപ്പെടാൻ സൂനകദോസ് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു. അവിടെ വിലയും മൂല്യവും ആനുകാലിക പ്രസക്തിയും നാം തിരിച്ചറിയണം. ഒന്നാമതായി ജീവന്റെ സംരക്ഷണത്തെ പറ്റി സൂനകദോസ് പഠിപ്പിച്ചിരുന്നു. പിറന്നു വീഴുന്ന ശിശുവിൻ്റെ നാളും മുഹൂർത്തവും നോക്കി മാത്രം കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു കിരാത സമ്പ്രദായം 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്നു. കുടുംബത്തിലെ പെണ്ണാഗമനം പ്രീതിയോടെ ആയിരുന്നില്ല കണ്ടിരുന്നത്. അത് പ്രത്യേകിച്ച് ദുർനാളുകളിലാണെങ്കിൽ നിശ്ചയമായും ശിശുവിനെ തന്നെ ഇല്ലായ്മ ചെയ്തിരുന്ന സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു. അപ്രകാരമുള്ള വിലക്കുകൾ നീക്കിക്കൊണ്ട് ഉദയംപേരൂർ സൂനകദോസ് കൽപ്പനയിട്ടത് ഇപ്രകാരമാണ്. മലനാട്ടിൽ കാവ്യരുടെ ഇടയിൽ ഒരു മര്യാദയുണ്ട്. കാനോൻ എഴുതിയ പ്രകാരമാണ് അന്നത്തെ മലയാളത്തിൽ. അത് ആകുന്നത് കൊല്ലാത്ത നാളുകളിൽ പിറക്കുന്ന കിടാങ്ങളെ കൊന്നുകളയുക, താൻ ആർക്കാനും കൊടുത്ത് കളകതാൻ ചെയ്യും. അങ്ങനത്തെ കിടാങ്ങളെ നമ്മുടെ മാർഗത്തിൽ വരുവാൻ തക്കവണ്ണം വേണ്ടുന്ന ഉത്സാഹത്തോടും സൂക്ഷ്മതയോടും ശ്രമിച്ചു വരാൻ തക്കവണ്ണം നസ്രാണികൾ ശ്രമിക്കണം എന്ന് തമ്പുരാനെ കുറിച്ച് ഈ ശുദ്ധമാന സൂനകദോസ് അപേക്ഷിക്കുന്നു എന്നാണ് കാനോനയിൽ കാണുക. തുടർന്ന് അത് പറയുന്നു, ആരും ഉടയവരില്ലാത്ത കിടാങ്ങളെയും വല്ലയിടത്തും വച്ച് കണ്ടെത്തിയാൽ അവരെയും മേൽപ്പറഞ്ഞ കിടാങ്ങളെയും അതുപോലെ ശ്രമിച്ചുകൊള്ളണം എന്ന് ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഈ കാനോനുകൾ, അത് ഡോക്ടർ സ്കറിയ സക്കറിയ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകത്തിൻ്റെ 149-150 പേജുകളിൽ നമുക്ക് കാണാനാകും. പ്രൊഫസർ എബ്രാഹിം അറക്കൽ നിരീക്ഷിക്കുന്നത് ഇപ്രകാരമാണ്. ജ്യോതിഷ നിയമങ്ങളെ അനുസരിച്ച് ചീത്ത ദിവസങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെ കൊന്നുകളയോ കൊടുത്തുകളയോ ചെയ്യുന്ന ആചാരം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്നു അത്രേ. അനാഥ കുട്ടികളെ എടുത്തു വളർത്താനുള്ള ചുമതലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ക്രിസ്തീയ പരസ്നേഹത്തിൻ്റെ പ്രായോഗിക പാഠങ്ങൾ കേരളക്കരയിലെ പുരാതന ക്രൈസ്തവ സമൂഹത്തിന് ചൊല്ലിക്കൊടുത്ത രജതരേഖയായി ഈ കാനോന ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നുവെന്ന് പ്രൊഫസർ ഷെവലിയർ എബ്രാഹിം അറക്കൽ 16-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ ഉദയംപേരൂർ സൂനകദോസിലെ കാനോനുകളിൽ എന്ന ആ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമതായി, ശിശുവിവാഹത്തിനെതിരെ സൂനകദോസ് എടുത്ത ശക്തമായ നടപടികളെ പറ്റിയും നമുക്കൊന്ന് ചിന്തിക്കാം. ശിശുവിവാഹം പരക്കെ പ്രബലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹിതരാകുന്ന ആ വ്യക്തികളുടെ ശാരീരിക മാനസിക പക്വത പരിഗണിച്ചും അതോടൊപ്പം കുടുംബ ഭദ്രത
ലക്ഷ്യം വെച്ചും സൂനകദോസ് എടുത്ത തീരുമാനം വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നു. ഈ കാനോനുകളുടെ പുസ്തകത്തിലെ അതിൻ്റെ 207 പേജിൽ പ്രത്യേകിച്ച് ഈ സൂനകദോസിൻ്റെ 7ാം സെഷനിൽ അതിൻ്റെ 10ാം കാനോനയിൽ വിവാഹപ്രായം നിശ്ചയിച്ച് ഈ വണ്ണം പ്രായം തികയാത്ത കെട്ടുവാൻ മേൽപ്പട്ടക്കാർക്ക് അനുവാസം ചെയ്തുകൂടാ എന്നറിയുക എന്ന് സൂനകദോസ് വ്യക്തമാക്കുന്നു. ചരിത്രകാരനായ പീറ്റർ കുരിശിങ്കൽ ഈ നടപടിയെപ്പറ്റി വിലയിരുത്തുന്നത് ഇപ്രകാരമാണ്: വിവാഹം സംബന്ധിച്ച സൂനകദോസ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഈ ശിശുവിവാഹത്തിനെതിരെയുള്ള നിലപാടുകൾ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വിവാഹപ്രായം പുരുഷന് 14 അന്നത്തെ കാലഘട്ടം അനുസരിച്ച് സ്ത്രീക്ക് 12 ആകണമെന്നായിരുന്നു സൂനകദോസിൻ്റെ തീരുമാനം. എങ്ങും ശൈശവവിവാഹം അഭംഗുരം നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സാമൂഹിക നവോത്ഥാന രംഗത്ത് ദൂരവ്യാപകമായ സദ്ഫലം ഉളവാക്കുന്ന ഈ തീരുമാനം തീർച്ചയായും നമുക്ക് വിസ്മരിക്കാനാവില്ല. കുടുംബങ്ങളുടെ സമ്പത്തും അവരുടെ സ്വത്തുമെല്ലാം നിലനിർത്താൻ വേണ്ടി ബാല്യകാലത്തിൽ തന്നെ വിവാഹ നിശ്ചയം നടത്തി അത് വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ തീരുമാനമെടുക്കുന്ന പതിവ് ആ കാലത്ത് ക്രൈസ്തവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സുസ്ഥിതി സാമൂഹിക ബന്ധങ്ങളുടെ സുസ്ഥിതിക്ക് അടിസ്ഥാനമാകുന്നു എന്ന് സൂനകദോസ് നിരീക്ഷിക്കുന്നു എന്നുകൂടെ നാം തിരിച്ചറിയണം. മൂന്നാമതായി, സർവമാനവിക സമത്വം അരക്കെട്ടുറപ്പിച്ച് പഠിപ്പിച്ച ഒരു സംഭവമാണ് ഉദയംപേരൂർ സൂനകദോസ്. ചരിത്രകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയുടെ സൂനകദോസിനെ പറ്റിയുള്ള അപഗ്രഥനം നാം ശ്രദ്ധിക്കണം. അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ്: മനുഷ്യർക്കിടയിൽ വംശീയതയുടെയോ സമ്പത്തിൻ്റെയോ പേരിൽ ഒരു ഭേദചിന്തയും പാടില്ലെന്ന സമദർശനം ക്രൈസ്തവ ചിന്തയുടെ കാതലാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന സവിശേഷ വീക്ഷണമാണ് ക്രൈസ്തവ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം. ഈ വസ്തുത ഒരുപക്ഷെ കേരള ക്രൈസ്തവർക്ക് ആദ്യമായി കൈമാറി കിട്ടുന്നത് ഉദയംപേരൂർ സൂനകദോസിലാണ് നിന്നായിരിക്കണമെന്ന് ഡോക്ടർ കുര്യാസ് അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതിഭേദങ്ങളും വർണ്ണധർമ്മങ്ങളും കേരള ക്രൈസ്തവരും അപ്പാടെ പിന്തുടർന്നു പോകുകയായിരുന്നു. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് ഇതൊന്നും ഭൂഷണമല്ല എന്നാണ് സൂനകദോസ് ഓർമ്മിപ്പിക്കുന്നതെന്ന് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി ഉദയംപേരൂർ സൂനകദോസും കേരള ക്രൈസ്തവ സംസ്കാരവും എന്ന ആ ലേഖനത്തിൽ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ എഡിറ്റ് ചെയ്ത കേരള നവോത്ഥാന സംരംഭം 16ാം നൂറ്റാണ്ടിൽ എന്ന ആ പുസ്തകത്തിൻ്റെ 85ാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. സൂനകദോസിൻ്റെ 7ാം സമ്മേളനം അറിയിച്ചത് ഇപ്രകാരമാണ്: തമ്പുരാൻ്റെ തിരുമുൻപിൽ നല്ല കൊലം എന്നും തണ്യകൊലം എന്നും അച്ഛനും ചെറുക്കനും എന്നും എളിയവനും പെരിയവനും എന്നും ഇല്ല. എല്ലാവർക്കും ഉടയവനും തമ്പുരാനും താൻ ആയതിനെ കൊണ്ട് നാം മനുഷ്യരൊക്കെയും ചോദ്യത്തിനുടെ ദിവസത്തിൽ ഒരുമിച്ച് തൻ്റെ തിരുമുൻപാകെ യോഗം കൂടുകയും മാർഗമായ നാം ഒക്കെയും ശുദ്ധമാന കുർബാന കൊള്ളുന്നിടത്ത് ഒരുമിച്ചും കുത്തിക്കൊള്ളുകയും വേണം. പള്ളിയുടെ ശുദ്ധമാന കൂദാശകൾ നാം ഒക്കെയും ഒരുപോലെ അത്രേ സ്വീകരിക്കേണ്ടതെന്നും ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനകളിൽ പ്രത്യേകിച്ച് ഡോക്ടർ സ്കറിയ സക്കറിയ എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൻ്റെ 233ാം പേജിൽ കാണാനാകുന്നു. അങ്ങനെ സമൂഹത്തിൽ നിലനിന്നിരുന്ന
ഐത്താചാരങ്ങളും അസ്പർശ്യതയും തീണ്ടലും ഉച്ചനീചത്വങ്ങളും വർണ്ണ വർഗ വ്യത്യാസങ്ങളും തുടരാനാവില്ല എന്നും ക്രിസ്തു വിശ്വാസം പകരുന്ന ആ സർവ മാനവിക സമത്വം അടിസ്ഥാന പ്രമാണമായി പാലിക്കണമെന്നും ഉദയംപേരൂർ സുഗതദോസ് എടുത്തു പറയുന്നു. നാലാമതായി പിതൃസ്വത്തും പിന്തുടർച്ച അവകാശത്തെ പറ്റിയും ഉദയംപേരൂർ സുഗതദോസ് പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലും അത് പ്രസക്തമാണ്. 2002 ജോൺ ഓച്ചന്തുരുത്ത് അക്കാഡമി ഓഫ് ഹിസ്റ്ററി പെണ്ണിടം ഉദയംപേരൂർ സുഗതദോസ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തിയത്. ഡോക്ടർ മിനി ആന്റണി IAS അവതരിപ്പിച്ച ആ പ്രബന്ധത്തിൽ അതിൻ്റെ തുടക്കത്തിൽ 2019 ഒരു കവയിത്രി എഴുതിയ കവിതയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ മിനി ആന്റണി IAS തൻ്റെ പ്രഭാഷണം ആരംഭിച്ചത്. കവിത ഇപ്രകാരമാണ്: ഇനി നിങ്ങളുടെ പൂർവികരെക്കുറിച്ച് പറയൂ. മുത്തച്ഛൻ അതിപ്രതാപി, പ്രമുഖ ജന്മി, കൊല്ലലിനും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്ന നാട്ടുപ്രമാണി. അപ്പൂപ്പൻ സാമൂഹ്യ പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര സേനാനി, ജനനേതാവ്, ജനപ്രതിനിധി. അച്ഛൻ അധ്യാപകൻ, കവി, വിദ്യാഭ്യാസ പ്രവർത്തകൻ, പ്രകൃതി സ്നേഹി. അപ്പോൾ മുത്തശ്ശി, അമ്മൂമ്മ, അമ്മ, അവരൊക്കെ വെറും പെണ്ണുങ്ങൾ ആയിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ചിത്രം. സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ ചരിത്രം തിരുത്താൻ ശ്രമിക്കുകയും അങ്ങനെ നവോത്ഥാനത്തിൻ്റെ പുതിയ പാത തുറക്കുകയും ചെയ്തതും ഉദയംപേരൂർ സുഗതദോസിന് അങ്ങനെ ചരിത്രത്തിൽ ഒരു അതുല്യ സ്ഥാനം ഉണ്ട് എന്ന് ഈ സെമിനാറിൽ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരുന്നു. ഡോക്ടർ LK അനന്തകൃഷ്ണ അയ്യർ എഴുതിയ ആന്ത്രപ്പോളജി ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പുസ്തകത്തിൻ്റെ 264 പേജിൽ കുറിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. പെൺകുട്ടികൾ ഒരു പഴയ ആചാരമനുസരിച്ച് പിന്തുടർച്ച അവകാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. കുടുംബത്തിൽ ആൺകുട്ടികളില്ലാതെ വന്നാൽ പിന്തുടർച്ചാവകാശം ആ കുടുംബത്തിലെ പെൺകുട്ടികൾക്കല്ല, പ്രത്യുത ആൺവഴിയുള്ള സഹോദരപുത്രനോ അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരനോ ആണ് ലഭിച്ചിരുന്നത്. തീർത്തും വിചിത്രമായ ഒരു പിന്തുടർച്ചാ നിയമം കേരളത്തിലെ പല പാരമ്പര്യങ്ങളിലും ഇങ്ങനെ ഉള്ളതായിരുന്നു. ഈ ഒരു പാരമ്പര്യം ക്രൈസ്തവ സമൂഹത്തിലും നടമാടിയിരുന്നത് ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസിനും കൂട്ടർക്കും ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ സുഗതദോസിൻ്റെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നതാണ് 7ാം സെഷനിൽ പ്രഖ്യാപിച്ച 15ാം കാനോന. പിതൃത്വത്തിന് ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം നൽകണമെന്ന് അനുശാസിക്കുന്ന കാനനാണ് അത്. അങ്ങനെ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒക്കെ ഈ തുല്യത അനിവാര്യമാണെന്ന് തന്നെയാണ് കാനൻ പ്രമാണിക്കുന്നത്. മാത്രമല്ല, ഉദയംപേരൂർ സുഗതദോസ് മുന്നോട്ട് വെച്ച മറ്റൊരു സുപ്രധാനമായ കാര്യം എല്ലാ ദിവസവും എല്ലാ സമയവും നല്ലതാണ് എന്നാണ്. കാരണം അന്നത്തെ പാരമ്പര്യമനുസരിച്ച് ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു ചിന്താഗതി അനുസരിച്ച് ചില ദിവസങ്ങളും ചില സമയങ്ങളും നല്ലതായും മറ്റു ചില നാളുകളും നേരങ്ങളും മോശമായും ഗണിക്കപ്പെടുന്ന
ഒരു ചിന്ത ഉണ്ട്. ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി വിവരിക്കുന്നു, ഭൂമി പ്രപഞ്ചത്തിലെ അസംഖ്യം ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ്. സൂര്യൻ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന നക്ഷത്രത്തിൽ നിന്നാണ് നമുക്ക് വെളിച്ചവും ഊർജവും ലഭിക്കുന്നത്. ഈ ഉദയാസ്തമയങ്ങൾ എന്ന് വ്യവഹരിക്കപ്പെടുന്ന സൂര്യധർമ്മങ്ങൾ തികച്ചും ആപേക്ഷികമായ ഒരു അനുഭവമാണ്. ഇതിനു വേണ്ടിയുള്ള ആ സമയപരിധിയെ നാം ദിവസങ്ങൾ എന്ന് വിളിക്കുന്നു. ഓരോ ദിവസത്തിനും അങ്ങനെ ഓരോ പേരും നൽകിയിരിക്കുന്നു. ഇതിൽ ചിലത് നല്ലത്, മറ്റു ചിലത് മോശം ആകുന്നത് എങ്ങനെയാണ്? ഈശ്വരൻ സൃഷ്ടിച്ച സമയക്രമത്തിൽ മുൻ പിൻ പരിഗണന പോലുമില്ല. പിന്നെ എങ്ങനെ നല്ല സമയവും ചീത്ത സമയവും ഉണ്ടാകും? അറിവില്ലായ്മയിൽ നിന്ന് രൂപമെടുക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ അടിത്തറയിൽ തീർത്ത നാളുകൾ, മുഹൂർത്തം, ശകുനം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സൂനകദോസ് അനുശാസിക്കുന്നുണ്ടെന്ന് ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഉദയംപേരൂർ സൂനകദോസ് അംഗീകരിച്ച 5ാം സമ്മേളനത്തിലെ 7ാം കാനോന വ്യക്തമാക്കുന്ന ഇതാണ്: വിശ്വാസം കുറഞ്ഞ ചില പട്ടക്കാര് ഇന്ന ദിവസം കൊള്ളാമെന്നും ഇന്ന ദിവസം കൊള്ളരുതാത്തതെന്നും ചില പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെണ്ണുകെട്ട് ഈ കൊള്ളാത്ത ദിനങ്ങളിൽ പാടില്ലെന്നും എഴുതിയിട്ടുണ്ട്. അത് അറിവില്ലായ്ക വിശ്വാസത്തോടുള്ള അറിവില്ലായ്കയാണെന്നും സൂനകദോസ് വ്യക്തമാക്കുന്നു. അങ്ങനെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈദികർക്ക് മഹ്റോൻ ശിക്ഷ ഉണ്ടാകുമെന്നും സൂനകദോസ് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ 425 വർഷങ്ങൾക്ക് മുൻപ് ഈ നിരോധനം വന്നെങ്കിലും ഇന്നും കാലവും നേരവും ഗണിച്ച് കാര്യങ്ങൾ നടത്തുന്നവരും രഹസ്യമായി കണിയാന്മാരെ കണ്ട് ഇങ്ങനെ തീയതിയും പൊരുത്തവും നാളും ഒക്കെ നിശ്ചയിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഏതായാലും ഉദയംപേരൂർ സൂനകദോസ് വളരെ വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അതിന്നും പ്രസക്തമായ രീതിയിൽ ചിന്തോദ്ദീപകമായ വിധത്തിൽ നിലപാടെടുക്കുന്നുണ്ട്. മലയാള പത്രപ്രവർത്തന മേഖലയിലെ കാരണവരും ചരിത്രകാരനുമായ മോൺസിഞ്ഞോർ ജോർജ് വെളിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ കേരള സഭാചരിത്രം എന്ന പുസ്തകത്തിൽ ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ ചില സുപ്രധാന തീരുമാനങ്ങൾ വളരെ സംഗ്രഹിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, ഈ സുറിയാനി ഗ്രന്ഥങ്ങളിലെ തെറ്റുകൾ നീക്കം ചെയ്ത് സുറിയാനി ഭാഷ നിലനിർത്തിക്കൊണ്ട് കുർബാനക്രമം, കൂദാശകൾ, മറ്റു തിരുക്കർമ്മങ്ങൾ എന്നിവ ലത്തീൻ റീത്തിലെ രീതിയിൽ നടപ്പാക്കി. 2, മാർപ്പാപ്പയുടെ അംഗീകാരമില്ലാത്ത മെത്രാന്മാരെ സ്വീകരിക്കയില്ലെന്ന് ശപഥം ചെയ്തു. 3, പട്ടക്കാർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാക്കി. 4, ക്രൈസ്തവരുടെ ഇടയിൽ നടപ്പുണ്ടായിരുന്ന അന്ധവിശ്വാസവും ക്ഷുദ്രപ്രവൃത്തികളും ദുരാചാരങ്ങളും വിലക്കി. 5, അയിത്തവും തീണ്ടലും നിരോധിച്ചു. 6, ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും വെപ്പാട്ടി വ്യവസ്ഥിതിയും അടിമക്കച്ചവടവും തീ, വെള്ളം എന്നിവ കൊണ്ടുള്ള സത്യപരീക്ഷയും ശിശുവാണിഭവും ചാവേറുപട സമ്പ്രദായവും നിരോധിച്ചു. 7, വസ്ത്രധാരണത്തിലും ആഭരണത്തിലും ഭക്ഷണ സമ്പ്രദായത്തിലും പരിഷ്കാരം വരുത്തി. 8, ദായക്രമം പരിഷ്കരിച്ചു. 9, ജന്മിത്വത്തിന് എതിരായി നിയമങ്ങൾ ഉണ്ടാക്കി. 10, തൊട്ടുകൂടായ്മ, ജ്യോതിഷം,
മന്ത്രവാദം തുടങ്ങി ഒട്ടനവധി ആചാരങ്ങൾക്ക് ക്രൈസ്തവരുടെ ഇടയിൽ വിലക്ക് കൽപ്പിച്ചു. അങ്ങനെ പല മേഖലകളിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലും ജനജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ ഒരു നവോത്ഥാനത്തിൻ്റെ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത മഹത്തായ സമ്മേളനമാണ് ഉദയംപേരൂർ സൂനകദോസ്. സർഗധാര നോവലുകൾ മലയാള ഭാഷയിൽ ഇദം പ്രഥമമായി രചിച്ച ദാർശനികനായ എഴുത്തുകാരൻ പോഞ്ഞിക്കര റാഫിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഈ 4.25 നൂറ്റാണ്ടിന് മുൻപ് നടന്ന ഈ നവോത്ഥാന സംരംഭത്തിൻ്റെ ഈ ഒരു ആമുഖം നമുക്ക് ഉപസംഹരിക്കാം. പോഞ്ഞിക്കര റാഫി ഇപ്രകാരം എഴുതി: കേരളത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ നാരായ വേര് അറുക്കുന്നതിനും ജാതി വ്യവസ്ഥയ്ക്ക് അറുതി വരുത്തുന്നതിനും ശ്രീനാരായണ ഗുരുസ്വാമികൾ വിഭാവനം ചെയ്ത ആ മാനവികതയ്ക്കും കമ്മ്യൂണിസം അടക്കമുള്ള എല്ലാവിധ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും നാന്ദി കുറിക്കുന്നതിനും ഇടയാക്കിയത് മഹാനായ ഗോവ മെത്രാപ്പോലിത്ത ഡോക്ടർ അലക്സിസ് മെനേസിസ് 1599 നടത്തിയ ഉദയംപേരൂർ സൂനകദോസ് ആണെന്ന് നിസ്സംശയം പറയാം.